വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. മണിപ്പൂർ മണിപ്പൂരിനെ കുറിച്ചിപ്പോ ചർച്ചകളൊന്നും നമ്മൾ കേരളത്തിൽ പ്രത്യേകിച്ച് കേൾക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം മണിപ്പൂരിനെ കൈയൊഴിഞ്ഞ മട്ടാണ്. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ഇലക്ഷനിൽ നിന്നപ്പോൾ വലിയ പ്രചാരണമായിരുന്നു മണിപ്പൂരിന് കേരളത്തിൽ ഉണ്ടായിരുന്നത്. മണിപ്പൂരിനെ അടുത്ത് മടിയിൽ വെച്ചിരിക്കുകയായിരുന്നു കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ. മണിപ്പൂരിലേക്ക് പോകുന്നു, അവിടെ പള്ളി പൊളിച്ച ദൃശ്യങ്ങൾ അവർ പകർത്തുന്നു. ഇവിടെ നമ്മുടെ ജെയ്ക്സി തോമസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ജെയ്ക്സി തോമസ് കത്തിക്കരിഞ്ഞ പള്ളിക്കകത്ത് കയറി നിന്ന് വിഷ്വൽസ് ഒക്കെ കൊടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനയായി അദ്ദേഹം പരിണമിച്ചു. അദ്ദേഹം മാധ്യമപ്രവർത്തകനായി പരിണമിച്ച് അദ്ദേഹം വിഷ്വൽസ് ഒക്കെ കൊടുത്തിട്ട് ഇവിടെയാണ് അൾത്താര ആയിരുന്നത്, അൾത്താരയിലെ മാതാവിനെയൊക്കെ എടുത്ത് പുറത്തിട്ടു എന്നൊക്കെ പറഞ്ഞ് വലിയ കോലാഹലവും ബഹളമായിരുന്നു. എന്നിട്ടും പാവം സുരേഷ് ഗോപി ജയിച്ചു. അത് അവർക്ക് വലിയൊരു തിരിച്ചടിയായി പോയി. എന്തായാലും അവർ അതിനുശേഷം മണിപ്പൂർ വിട്ടു. ഇപ്പൊ നിലമ്പൂർ തെരഞ്ഞെടുപ്പാണ്. ഇപ്പൊ തൃശ്ശൂരിലെ വല്ല ഉപതെരഞ്ഞെടുപ്പ് ആയിരുന്നെങ്കിൽ വീണ്ടും മണിപ്പൂർ ചിത്രത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു പൊളിറ്റിക്സിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ ശേഷം ബി.ജെ.പി സർക്കാർ രൂപീകരിക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ട് വീണ്ടും വന്നു. അത് നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളം കൊടുത്തതാണ്. ബീരൻ സിംഗ് വീണ്ടും അദ്ദേഹം ഉള്ള റിപ്പോർട്ടുകൾ വന്നു. അതിനുശേഷം അവിടെയുള്ള വലിയ അനക്കമൊന്നുമില്ല. പക്ഷെ കഴിഞ്ഞ ദിവസം മണിപ്പൂരിൽ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെട്ടു. പ്രക്ഷോഭം എന്ന് പറഞ്ഞാൽ വലിയ കലാപം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഇപ്പോ സർക്കാരും പോലീസും കൂടെ ചേർന്ന് അടിച്ചമർത്താനുള്ള ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം കെട്ടടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷെ നമ്മുടെ പോയിന്റ് അതല്ല. നമ്മുടെ പോയിന്റ് ഈ മണിപ്പൂരിലൊരു മെയ്തൈ നേതാവിനെ പിടിച്ചുകൊണ്ടുപോയി. ആ മെയ്തൈ സംഘടനയുടെ പേര് അരാംബായ് തെങ്കോൽ എന്നാണ്. ഈ അരാംബായ് തെങ്കോൽ AT എന്ന് പറയുന്ന ഈ തെങ്കോലിന്റെ നേതാവായിട്ടുള്ള കാനൻ സിംഗ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് അവിടെ പിടിച്ചുകൊണ്ടുപോയത്. അയാളെ പിടിച്ചുകൊണ്ടുപോയതിന് പിന്നാലെ വലിയ രീതിയിലുള്ള പ്രതിഷേധം മണിപ്പൂർ കത്തുകയായിരുന്നു. മൊത്തത്തിൽ പല പ്രദേശങ്ങളിലും സുരക്ഷാ സേനയും അവിടെയുള്ള ഈ സംഘടനയുടെ ആൾക്കാരുമായിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എല്ലാ എണ്ണത്തിന്റെ അടിച്ച് നട്ടലൊടിച്ചു അവിടെ ഇട്ടു. പോരാത്തതിന് ഇപ്പോ 48 മിനിറ്റ് മുമ്പ് വന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് 55 കോടി രൂപയുടെ ഡ്രഗ് മണിപ്പൂരിൽ നിന്ന് സീസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. 55 കോടി രൂപയുടെ. അപ്പൊ ഈ ഡ്രഗിന്റെ ഒരു വലിയൊരു ഒരു എന്താ ഒരു ഒരു കച്ചവടം നടത്തുന്ന ഒരു സംസ്ഥാനമായി മണിപ്പൂർ മാറുന്നു. അവിടെ നിന്ന് സീസ് ചെയ്ത ആയുധങ്ങൾ അതിന്റെ വിലയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെ ഒരു സംസ്ഥാനമായി മണിപ്പൂർ മാറുന്നു. അങ്ങനെ മൊത്തത്തിലൊരു ശുദ്ധീകരണം മണിപ്പൂരിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ അരാംബായ് തെങ്കോളിന്റെ നേതാവായിട്ടുള്ള ഈ കാനൻ സിംഗ്, അപ്പോ ഇയാള് മെയ്തൈ വിഭാഗത്തിന്റെ ഒരു നേതാവാണ്. ഈ മെയ്തൈ എന്ന് പറയുന്നത് ഒരു BJP അനുഭാവ അല്ലെങ്കിൽ RSS അനുഭാവ സംഘടന എന്നാണ് ഇവിടെയുള്ള സകല ആൾക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ നെറേറ്റീവ് അതാണ്. ഇവർ ആദ്യം ഇതൊരു ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആക്കി നോക്കാൻ തുടങ്ങി. അവിടെയുള്ള മുസ്ലിങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുകയാണെന്ന് അറിഞ്ഞു. പിന്നീടാണ് ഇവിടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് മനസ്സിലായി ഒരു വിവരവും വിദ്യാഭ്യാസവും ഇല്ലല്ലോ ഇവർക്ക്. നമുക്കറിയാം കൃത്യമായിട്ട് ഇവിടെ പാലക്കാട് ഹെഡ്ഗേവാറിന്റെ പേരിൽ ഒരു കെട്ടിടം വരുന്നു എന്ന് പറഞ്ഞപ്പോ ഹെഡ്ഗേവാറിന് ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ എന്താണ് റോൾ എന്ന് ചോദിച്ചാൽ തലയ്ക്കകത്ത് യാതൊന്നും ഇല്ലാത്ത മാധ്യമ പ്രവർത്തകരാണ്. കാരണം ക്വിറ്റ് ഇന്ത്യ സമരം ആയപ്പോഴേക്കും ഹെഡ്ഗേവാർ ദിവംഗതനായി എന്നുള്ള കാര്യം പോലും ഇവറ്റകൾക്ക് അറിയത്തില്ല. പുള്ളി ഇല്ല അവിടെ. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പല പ്രമുഖ 10ഉം 12ഉം ഡോക്ടറേറ്റ് ഉള്ള മാധ്യമ പ്രവർത്തകർക്ക് പോലും അറിയില്ല ജനസംഘം എന്താണ്, BJP എന്താണെന്ന് ഉള്ള ഒരു ഇത് പോലും അറിയില്ല. പോരാത്തതിന് എന്താണ് ഈ ഇടയ്ക്ക് നമ്മുടെ റിപ്പോർട്ടർ ചാനലിലെ ഒരു മാധ്യമ പ്രവർത്തകൻ നിങ്ങളുടെ അതിന്റെ പേര് പറയുന്നത് ഭഗവത് സ്തംഭോ, ഒരു സാധനം ഉണ്ടല്ലോ നിങ്ങളുടെ ഒരു കമ്പ്, അതിൽ നിങ്ങൾ ഇങ്ങനെ പൂജിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പോ അതുപോലും അറിയില്ല. ഇവർക്ക് സാമാന്യമായിട്ടുള്ള വിവരമില്ല. അപ്പൊ അതുകൊണ്ടാണ് അവർ ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ് ആക്കി മാറ്റിയത്. പിന്നെയാണ് അവർക്ക് മനസ്സിലായത് മണിപ്പൂരിൽ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ എന്ന്. അങ്ങനെ അവർ അത് പഠിച്ചു. അപ്പൊ ക്രിസ്ത്യൻസ് ആണ് കൂടുതൽ, അപ്പൊ ഹിന്ദു ക്രിസ്ത്യൻ കോൺഫ്ലിക്റ്റ് ആക്കാം, സുരേഷ് ഗോപിയുടെ മണ്ടയിൽ വെച്ച് കെട്ടാന്ന് പറഞ്ഞു. അത് നടന്നില്ല അവസാനം. പിന്നെ അവർക്ക് മനസ്സിലായി ഹിന്ദു ക്രിസ്ത്യനും ആണെങ്കിലും ഇവർ ഗോത്ര വിഭാഗങ്ങളാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഗോത്ര വിഭാഗങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവന്നെന്നുള്ളതല്ല, സോഷ്യൽ മീഡിയ യുഗയിൽ അത് തനിയെ വന്നു. പിന്നീട് ഇവർ അതിനകത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമിച്ചപ്പോഴാണ് നമ്മുടെ ഇവിടെയുള്ള സുഡാപ്പി ചാനലൊക്കെ ചേർന്ന് ഈ ഗോത്ര വിഭാഗങ്ങൾ, മെയ്തേ വിഭാഗങ്ങൾ കുറച്ച് കൂടുതൽ ഹിന്ദുക്കളാണ്, അപ്പൊ ഇത് വെച്ച് നമുക്കൊരു വർഗീയ മുതലെടുപ്പ് നടത്താന്ന് പറഞ്ഞ് മെയ്തേ വിഭാഗം, അപ്പൊ അവർ ഹിന്ദുക്കളാണ്. ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ BJP എന്ന് പറയുമ്പോൾ RSS. അതപ്പോ ഇവർ RSSകാരാണ്. ഇവർ RSSകാരും അപ്പുറത്തുള്ള ആൾക്കാർ പാവപ്പെട്ട കഞ്ചാവ് കഞ്ചാവ് നടത്തുന്നവന്മാരൊക്കെ ഇപ്പൊ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു കാലമാണല്ലോ. ഇപ്പൊ 5 ഗ്രാം കഞ്ചാവ് കയ്യിലില്ലെങ്കിൽ നാട്ടിലൊരു വിലയില്ല എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളത്തിൽ സംഭവങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. കഞ്ചാവ് ഉള്ളവന്മാരെയൊക്കെ പിടിച്ച് ആദരിക്കുകയാണ് ഇപ്പൊ. അപ്പോ ഇങ്ങനെ ഈ മെയ്തേ വിഭാഗം അവരെ കൊന്നൊടുക്കുകയാണ് എന്നുള്ളൊരു നെറേറ്റീവായി ആ നെറേറ്റീവിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുകയാണ്. ഈ മെയ്തേ വിഭാഗത്തിലുള്ള ആൾക്കാരൊക്കെ ഹിന്ദുക്കളാണ്, അപ്പൊ ഹിന്ദുക്കൾ RSSകാരാണ്, അപ്പൊ അവനാണ് അപ്പുറത്തുള്ള ആൾക്കാരെ കുക്കി നാഗാസിനെയൊക്കെ കൊന്നൊടുക്കുന്നത്, അവരൊക്കെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമാണ് എന്നുള്ളൊരു നെറേറ്റീവിൽ കൊണ്ടെത്തിച്ച് നിൽക്കുകയാണ്. അവര് കഷ്ടപ്പെട്ട് കൊണ്ടെത്തിച്ചതാ. ഇപ്പോഴാണ് ഈ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഈ മെയ്തേ വിഭാഗത്തിലെ അറാബായ് തെങ്കോൽ എന്ന് പറയുന്ന ഏറ്റവും പ്രഥമമായിട്ടുള്ള ഒരു നേതാവിനെ തന്നെയാണ് അവിടെ സർക്കാർ അള്ളിയിട്ട് പിടിച്ചോണ്ട് പോയത്.
അവനെ പിടിച്ചിട്ട് അവനെ പുറത്ത് വിട്ടിട്ടില്ല. വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഈ പ്രതിഷേധം നടക്കുന്ന മെയ്തേക്കാരെല്ലാം അടിച്ചോട്ടിക്കുകയാണ്. അടുത്ത നെറേറ്റീവും പൊളിഞ്ഞടുങ്ങി. അപ്പൊ ഇനി ഇവർ എന്ത് നെറേറ്റീവാണ് മണിപ്പൂരിൽ കൊണ്ടുവരാനായിട്ട് പോകുന്നത്? എന്താണ് തീർച്ചയായിട്ടും തോന്നുന്നത്? ഈ മണിപ്പൂർ വിഷയത്തിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതിനു ശേഷം എന്തൊക്കെ ഡെവലപ്മെന്റ്സ് ആണ് പിന്നീട് മണിപ്പൂരിൽ വന്നത്? ഞാൻ ധനുഷ് പറഞ്ഞത് മുഴുവൻ ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അവർ കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു. ഇപ്പൊ ലാസ്റ്റ് ഈ അരാംഭായ് തെങ്കോൽ അഥവാ AT എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയെ കുറിച്ച് കേരളത്തിലെ ഒരു പ്രമുഖ മതമൗലികവാദ സംഘടന മുഖ്യധാര ചാനലിന്റെ ഒപ്പം നിൽക്കുന്ന ചാനല് പല ദിവസങ്ങളും ചർച്ച നടത്തുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അരാംഭായ് തെങ്കോൽ എന്ന് പറയുന്ന സംഘടന RSSന്റെ സൃഷ്ടിയാണ്, RSSന്റെ സംഘടനയാണ് എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം RSSന് വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ശക്തിയില്ല. അവരതിനകത്ത് നുഴഞ്ഞു കയറാൻ ശ്രമിക്കുകയാണ്. അവരുടെ ലക്ഷ്യം അവിടെ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ട് മെയ്റ്റി യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ആരാംഭായ് തെങ്കോൽ അഥവാ AT എന്ന് പറയുന്ന സംഘടന അവർ രൂപീകരിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. ആ സംഘടനയുടെ നേതാവ് ഉൾപ്പെടെ 3 പേരെ അറസ്റ്റ് ചെയ്തത് ആരാണ്? പോലീസ് അല്ല, NIA ആണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. NIA ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ചെറിയ കുറ്റം പോരെ, തേങ്ങാമോഷണത്തിന് NIA അറസ്റ്റ് ചെയ്യത്തില്ല. പകരം UAPA വകുപ്പ് പ്രകാരമുള്ള കേസുകൾക്കാണ് NIA അറസ്റ്റ് ചെയ്യുന്നത്. ഭീകരവാദം, വിഘടനവാദം, ഇതിനാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ മണിപ്പൂർ പ്രതിഷേധം തുടങ്ങുന്നത്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് തോന്നുന്നു മണിപ്പൂർ വിഷയത്തിൽ നമ്മൾ അനവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അന്നും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ നോക്കിക്കൊണ്ടിരിക്കും മോദി, അത് കഴിഞ്ഞൊരു നിരത്ത് അവിടെ നിരത്തുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അത് പറഞ്ഞതുപോലെ തന്നെ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും സസ്പെൻഡ് ചെയ്തു മണിപ്പൂർ നിയമസഭ. അവരുടെ തന്നെ സർക്കാർ, BJP-ക്കാരുടെ തന്നെ സർക്കാർ, അവരുടെ തന്നെ നേതാവ് ബീരൻ സിംഗ്, അതെ രാജിവെച്ചു. അല്ല, ഇപ്പൊ സസ്പെൻഷൻ വേണമെങ്കിൽ അവർക്ക് തിരിച്ചു വരാം, വേണമെങ്കിൽ. ഇല്ലെങ്കിലും ഈ രാഷ്ട്രപതി ഭരണം എന്ന് പറയുമ്പോഴത്തേനും 6 monthsേക്കുള്ള സസ്പെൻഷൻ ആണത്. അത് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യണമെങ്കിൽ ലോക്സഭ രാജ്യസഭയുടെ പിന്തുണ ഇതിന് വേണമെന്ന് മാത്രം. ഇതിന്റെ ബില്ല് ഇത് പാസ്സാക്കിയത് സമയം എപ്പോഴാണെന്നറിയാം ധനുഷിന്? ഈ BJP-ക്കാരെ എനിക്ക് ഇത് പറയുമ്പോൾ അതോടെ പറഞ്ഞു പോയില്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല. ഈ BJP-ക്കാർ പലപ്പോഴും ഈ ബില്ലുകൾ, അത് നമ്മുടെ ഈ പ്രേമേന്ദ്രനും ഒക്കെ പറയാറുണ്ട് അങ്ങനെ. ഒരു വെള്ളിയാഴ്ച വൈകുന്നേരം കുറെ ബില്ലുമായിട്ട് വരും. ചില മെയിൻ ബില്ല് കാണും, അതിന്റെ ഇടയിൽ കൂടെ വേറെ ചില ബില്ലും പാസ്സാക്കും. രാത്രി 2:30-ക്കാണ് ഈ ബില്ല് പാസ്സാക്കുന്നത്. ഏതാ? മണിപ്പൂരിലെ രാഷ്ട്രപതി. അതിന് അംഗീകാരം വേണം, ലോക്സഭയുടെ മറ്റും അംഗീകാരം വേണം. ആ അംഗീകാരം രാത്രി 2:30-ക്കാണ് വാങ്ങിച്ചെടുത്തത്. എങ്ങനെയാണെന്നറിയാമോ? അത് വഖഫ് ഭേദഗതി ബില്ലുണ്ടായിരുന്നു. വഖഫ് ഭേദഗതി ബില്ലിന് ഭയങ്കരമായിട്ട് ചർച്ചയും വോട്ടെടുപ്പൊക്കെ നടന്ന് അതിന്റെ ഇടയിൽ കൂടെ ഈ സാധനം ഇവരങ്ങ് പാസ്സാക്കി എടുപ്പിച്ച് ഏതായി മണിപ്പൂരിലെ രാഷ്ട്രപതി ഭരണം. ഞാനതാ പറഞ്ഞത്, അത് എനിക്കത് വളരെ രസകരമായിട്ടാണ് തോന്നുന്നത്. അല്ലാതെ കേവലം 6 മാസത്തേക്ക് ഉള്ളത്, അതൊരു നിയമമൊന്നുമല്ല, കേവലം സസ്പെൻഡ് ചെയ്യുന്നതാണ്. ആ സസ്പെൻഷൻ നീട്ടി കൊണ്ടുപോവുകയാണ്. അപ്പോ ഈ സസ്പെൻഷൻ അന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, കാലത്തിന് മുമ്പേ. കാലത്തിൽ എന്താണ് സംഭവിക്കാൻ നാളെ പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത്, ഇങ്ങനെ സംഭവിക്കും, അവിടെ അടിച്ചൊതുക്കും. അതേപോലെ, കാരണം വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ അടിച്ചൊതുക്കിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആണ്. നമ്മുടെ കാശ്മീരൊന്നും അല്ല. കാശ്മീരിലൊക്കെ നമുക്ക് ഏത് സമയവും അടിച്ചൊതുക്കാൻ പറ്റുന്നതാണ്. പക്ഷെ ഇവിടെ കാശ്മീരിനേക്കാൾ കുറച്ചുകൂടി വലിയ രീതിയിൽ തന്നെ ഇടപെടേണ്ടി വരും. കാരണം കാശ്മീരിൽ നമുക്കെതിരെയുള്ള തീവ്രവാദികളാണ്. പക്ഷെ ഈ പറയുന്ന വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ തീവ്രവാദികളുടെ ഗോത്രവർഗ വിഭാഗങ്ങളാണ്. പക്ഷെ ഇപ്പോഴതിന്റെ ഒരു ഫ്ലേവർ മാറിയിരിക്കുന്നു, അതിന്റെ ഒരു രീതി മാറിയിരിക്കുന്നു. അതായത് ഈ ഭീകരവാദത്തിലേക്ക് അത് മാറിയിരിക്കുന്നു. അവർക്ക് പുറമേ നിന്നുള്ള ഭീകര കണക്ഷൻസ് ഇപ്പോൾ തെളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അവരെ നമ്മൾ ഭീകരവാദികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. നമ്മൾ ഈ കർഷക സമരത്തിന്റെ കാര്യം പറഞ്ഞത് പോലെയാണ്. കർഷക സമരം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, ഇത് കർഷക സമരക്കാരല്ല, ഇതിന്റെ പിന്നിൽ ഇപ്പൊ ഖാലിസ്ഥാൻ വാദികളാണ് ഇതിന്റെ പിന്നിൽ. തെളിഞ്ഞു വരുമ്പോൾ അത് ഭീകരമായിട്ടൊരു കണക്ഷൻ വരും. അതിനേക്കാൾ കുറച്ചുകൂടി വിസിബിൾ ആണ് ഈ കാര്യം. ഈ 2024 അവിടുത്തെ മന്ത്രിമാരുടെ വസതികൾക്ക് നേരെ ഈ പ്രാദേശികമായിട്ടുള്ള ലോക്കൽ മിസൈൽ ആക്രമണം നടന്നു. 9 കിലോമീറ്റർ റേഞ്ച് ഉള്ള ലോക്കലായിട്ടുള്ള മിസൈൽ ആക്രമണം നടന്നു. അപ്പോഴേ തന്നെ പറഞ്ഞിരുന്നു, ഈ ലോക്കലായിട്ടുള്ള ഈ ഗോത്രവർഗ വിഭാഗത്തിന് ലോക്കൽ മിസൈലുകൾ ഉണ്ടാക്കാൻ അറിയില്ല. ഇതേ കാരണം ഇത് മിസൈൽ പോകണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് അതിന്റെ അനുസരിച്ചുള്ള സ്ഫോടക വസ്തുക്കൾ വേണം, അത് ചലിക്കാൻ ആവശ്യമുള്ള ഇന്ധനം വേണം, അതിനനുസരിച്ചുള്ള ബ്രെയിൻ വേണം, അതിനനുസരിച്ചുള്ള സാങ്കേതിക വിദ്യ വേണം. അപ്പൊ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ള അന്വേഷണം. കാരണം നമ്മളിത് കണ്ടിട്ടുണ്ട്, ഇത്തരത്തിലുള്ള മിസൈലുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിൽ കണ്ടിട്ടുണ്ട്, അവിടെ ഈ താലിബാനും മറ്റും അങ്ങനെ യൂസ് ചെയ്യും. സിറിയയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, യമനിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത്തരത്തിലൊരു സാധനം ഇവിടെ വന്നപ്പോഴേക്കും കുറച്ചുകൂടെ ക്ലിയർ ആയി. അത് മുസ്ലിം മതമൗലികവാദ ഭീകര സംഘടനകളാണ് അവിടെ ഈ പറയുന്നവർക്ക് ഫണ്ട് കൊടുക്കുന്നത്. അപ്പൊ ഇവർക്ക് പണമുണ്ട്. മുമ്പ് കോൺഗ്രസ് സർക്കാർ അവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് ഈ മണിപ്പൂർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന ഡ്രഗ്സ് ഒക്കെ അവിടെ ഒരു പബ്ലിക്കായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണ്, മദ്യമായാലും ഒക്കെ. അപ്പോ അവിടെ ഇവർ ചെയ്തുകൊണ്ടിരുന്ന പണി വെച്ചാൽ അവിടെ ഈ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒന്നും അവർ ചെയ്തു കൊടുത്തിട്ടില്ല. റോഡില്ല, വെള്ളമില്ല. ഇതിൽ പകരം എന്ത് ചെയ്യും?
ഇവരെ കൂടെ നിർത്തണമല്ലോ. അപ്പൊ അവിടുത്തെ ഈ തെമ്മാടി ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ, എന്താണ് ഇതിനൊക്കെയുള്ള ഈ നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പുകൾ ഉണ്ടാകും, പാർട്ടിക്കാരും ഒക്കെ. അവിടുത്തെ പറയാം, നിങ്ങൾ കഞ്ചാവ് ചെയ്തോ, എന്ത് കൃഷി വേണം ചെയ്തോ, ഒരു കുഴപ്പമില്ല എന്ന്. പോപ്പി കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഈ മേഖലയിൽ ഉള്ളത്, പോപ്പി കൃഷി. അത് കുക്കികളും ചെയ്യുന്നുണ്ട്, മേത്തികളും ചെയ്യുന്നുണ്ട്. ഈ ഇതാണ് ഇവരുടെ ഇൻകം. അപ്പം ഈ തീവ്രവാദികൾ ഇവരെ ചെയ്യുന്നു, രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ആയുധങ്ങളും മറ്റും കൊടുക്കുന്നു. ഒപ്പം തന്നെ ഇവരുടെ ഫണ്ടിങ്ങിന് വേണ്ടിയും അവരുടെ ഫണ്ടിങ്ങിന് വേണ്ടിയും വലിയ രീതിയിൽ മുന്തിയ ഇനം, അതാണ് അവിടെ നശിപ്പിക്കപ്പെടുന്നത്. വെറും ഒരു പോപ്പി ചെടിയല്ല, മുന്തിയ തരം. അത് പോപ്പി കൃഷി ഇപ്പോൾ എന്താ പറയുന്നത്, വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യം അഫ്ഗാനിസ്ഥാൻ. കാരണം അവർക്ക് പണമില്ല ആ സർക്കാരിന്. ഇപ്പോൾ പാകിസ്ഥാനും വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പൊ അതിനകത്ത് മുന്തിയ ബ്രീഡുണ്ട് ഈ പോപ്പിയുടെ തന്നെ, ഹൈബ്രിഡ് സാധാരണയല്ല, ഹൈബ്രിഡ്. ആ ഹൈബ്രിഡ് സാധനമാണ് ഇവിടെ വരുന്നത്. ഈ ഹൈബ്രിഡ് സാധനം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും കാർഷിക വിളയല്ലല്ലോ, ഇല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു വിളയല്ലല്ലോ. ഈ രാജ്യത്തെ ജനങ്ങളെ നശിപ്പിക്കുന്ന മയക്കുമരുന്നാണല്ലോ ഉത്പാദിപ്പിക്കുന്നത്. അതിൽ തന്നെ വലിയ ക്വാളിറ്റിയുള്ള വിത്തിനങ്ങൾ വരികയും അതിന്റെ കൃഷി തുടങ്ങുകയും ചെയ്തു കഴിഞ്ഞപ്പോഴാണ് അത്തരം തോട്ടങ്ങൾ, അതായത് അവിടങ്ങളിലൊക്കെ ഈ ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചുകൊണ്ടാണ് കുക്കികളും മേത്തികളും. അത് സർക്കാർ വാഹനങ്ങൾക്ക് പോകാൻ കഴിയില്ല, പോലീസിന് പോകാൻ കഴിയില്ല, പട്ടാളത്തിന് പോകാൻ. ചെക്ക് പോസ്റ്റാണ്. അവിടെ പുറത്തുനിന്ന് ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ തടയുകയാണ്. നീ തിരിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ പോകണം. ഈ പ്രദേശങ്ങളുടെയൊക്കെ കപ്പം പിരിക്കുന്നത്, ടാക്സ് പിരിക്കുന്നത് ഈ സംഘടനകളാണ്. ഇതിനെല്ലാം അറുതി വന്നു. രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയി കഴിയുമ്പോഴേക്കും എന്താണ് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. സ്ത്രീകളെ അടക്കം, നമ്മൾ അതിന്റെ വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. സ്ത്രീകളെ അടക്കം രംഗത്തിറക്കിച്ചുകൊണ്ട് ഈ പട്ടാളം വരുന്ന വഴികളെല്ലാം സ്ത്രീകൾ ഇങ്ങനെ കിടക്കുക, റോഡിൽ ഇങ്ങനെ കിടക്കുക സ്ത്രീകൾ. പക്ഷെ നമ്മൾ കണ്ടൊരു കാഴ്ച എന്താണ്, ആ സ്ത്രീകളുടെ മുകളിലൂടെ വണ്ടി കയറ്റുമെന്ന നിലയിലേക്ക് പട്ടാളം വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോൾ ഇവർ എഴുന്നേറ്റ് മാറുക. അതിന്റെ അർത്ഥം എന്താണ്? മുന്നറിയിപ്പാണ് കൊടുക്കുന്നത്, നിങ്ങൾ കിടന്നാലും നിങ്ങളുടെ മുകളിൽ കൂടെ അപ്പുറത്തേക്ക് പോകും, കാരണം ഇത് ശാന്തമാക്കിയേ പറ്റൂ എന്നുള്ളത്. കാരണം അവിടെ ഒരു ഇതാണ്, അതായത് ടെറർ മാഫിയ ഗ്യാങ്ങുകളുടെ ഒരു വലിയ ഇതാണ്. അത് മേത്തിയിലുമുണ്ട്, കുക്കികളിലുമുണ്ട്. ഇത് പിന്നെ നമ്മുടെ കേരളത്തിൽ പിന്നെ എന്ത് കണ്ടാലും അതിനകത്ത് ഹിന്ദുവും ക്രിസ്ത്യാനും മുസ്ലിമും ഉണ്ട്. ആദ്യം നോക്കും, പേര് നോക്കും, പേര് നോക്കി മനസ്സിലായില്ലെങ്കിൽ പിന്നെ അവന്റെ കുലം നോക്കും, കുലം നോക്കിയിട്ട് അതെടുത്ത് വാർത്തയാക്കുക എന്നുള്ളതാണ് നമ്മുടെ രീതി. ഇപ്പൊ ധനുഷ് പറഞ്ഞത് ശരിയാണ്, നിലമ്പൂരിൽ BJPക്ക് വലിയ സ്കോപ്പ് ഒന്നുമില്ല, അവർ ദുർബലമായ പാർട്ടിയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ. അതുകൊണ്ടാണ് മണിപ്പൂർ എടുക്കാത്തത്. ഇല്ലെങ്കിൽ വീണ്ടും അതെടുക്കും. മറ്റേ മാന്നാർ മത്തായിക്കകത്ത് മറ്റേ വേഷം ഇന്നസെന്റ് എടുത്ത് കൊടുക്കത്തില്ല, ഇത് മതിയോ എന്ന് ചോദിക്കാൻ. ഞാനിത് പല നാടകത്തിലും ഉപയോഗിച്ചിട്ടുള്ളതാണ്, ഇതായിരിക്കും നല്ലതെന്ന് പറയുന്നത്. വീണ്ടും ഇത് എടുക്കും. ഇത് വരും എപ്പോഴാണെന്നറിയോ? തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വരും. കോട്ടയം, പാല, ഇടുക്കി, വയനാട് തുടങ്ങിയ ക്രിസ്ത്യൻ മേഖലകളിലൊക്കെ വീണ്ടും ഈ സാധനം ഈ മണിപ്പൂർ കുപ്പായോട് തണിയും. പക്ഷെ എനിക്ക് വലിയ സ്കോപ്പ് ഇല്ല മണിപ്പൂരൊക്കെ പറഞ്ഞിട്ടും തൃശ്ശൂരിൽ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിന് ജയിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അതിന് ഇനിയിപ്പോ സ്കോപ്പ്, കാരണം എല്ലാവർക്കും അറിയാം. നമ്മളിപ്പോ ഈ നടത്തുന്ന ചർച്ച, എന്റെ പൊന്നു ധനുഷ്, ഇന്ത്യയിൽ ഒരു മാധ്യമവും ചെയ്യുന്നില്ല. കാരണം നാഷണൽ മീഡിയാസ് മണിപ്പൂര് വിട്ടിട്ട് തന്നെ എത്രയോ നാളുകളായി. കാരണം അവരെ സംബന്ധിച്ച് മണിപ്പൂര് ഒരു വലിയ വിഷയമല്ല. കാരണം 1965 മുതലേ ഉള്ള വിഷയമാണിത്. നരേന്ദ്രമോദി കയറിക്കഴിഞ്ഞതിന് ശേഷമുള്ളതല്ല ഇത്. 65 മുതലേ തന്നെ ഈ ഗോത്രവർഗ്ഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാഗന്മാരും കുക്കികളുമായിരുന്നു മുമ്പ് അടിയടത്തിക്കൊണ്ടിരുന്നത്. ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നിട്ട് ബോംബിട്ടില്ലേ വ്യോമസേന വിമാനത്തിൽ, അത് മോദി ചെയ്തില്ലല്ലോ. എന്തായാലും ഇംഫാൽ ആണെന്നാണ് എനിക്ക്, എവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇംഫാലില ബോംബിട്ടത്. അത് വലിയ വാർത്തയായില്ലേ. നമ്മൾ എന്തായാലും മോദി പോയി ബോംബിട്ടത് ജനത്തിനൊന്നും കൊന്നില്ല. കാരണം ശല്യം സഹിക്കാതെ ഇന്ദിരാഗാന്ധി അത് ചെയ്തതാണ്. കാരണം ഈ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ തല്ലുന്നതാണ്. ഇനി ഈ ഗോത്രവർഗ്ഗങ്ങളുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് മ്യാൻമാറിൽ നിന്ന് വന്നവരാണ് ഇവര്. മുൻപ് നമ്മുടെയൊക്കെ ആയിരുന്നല്ലോ ഈ മ്യാൻമാർ ഇതെല്ലാം ആയിട്ട് കിടക്കുന്നത്. ഇപ്പോ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പാകിസ്ഥാനിലെ ജെയ്ഷെ മുഹമ്മദ് ഇപ്പോൾ ഈ മ്യാൻമാർ കേന്ദ്രീകരിച്ചുകൊണ്ട് ഭീകരവാദ ക്യാമ്പുകൾ, റോഹിംഗ്യകൾക്കിടയിൽ ഭീകരവാദ ക്യാമ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളത്. അതിന് തൊട്ട് മുമ്പ് തന്നെ വന്നൊരു വാർത്തയുണ്ട്, നമ്മുടെ നാഷണൽ ലെവലിൽ വന്നൊരു വാർത്തയുണ്ട്. അമിത്ഷാ ഈ മ്യാൻമാർ മണിപ്പൂർ അതിർത്തിയിൽ, ഈ മണിപ്പൂരും മ്യാൻമാറും അതിർത്തി പങ്കിടുന്ന 2 സ്ഥലങ്ങളാണ്. അപ്പം മ്യാൻമാർ അതിർത്തി നമ്മൾ വേലി കെട്ടാൻ പോകുന്നു. മുമ്പ് വേലിയില്ലായിരുന്നു, ആർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം, ഇവിടുന്ന് അങ്ങോട്ട് പോകാം. കാരണം പ്രശ്നങ്ങൾ അന്ന് ഇല്ലായിരുന്നു. അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല, അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം. അവിടെ ഇപ്പോൾ വേലി കെട്ടുകയാണ്. കാരണം എന്താണ്? അവിടെ നിന്നുള്ള തീവ്രവാദികളാണ് ഇവിടെ എത്തുന്നത്, ഈ കുക്കികൾക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ NIA ഇവരെ അറസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കുക്കികൾക്ക് മാത്രമല്ല, മേത്തികൾക്കും ഇവിടുന്ന് ഹെൽപ്പ് കിട്ടുന്നുണ്ട്. മേത്തികൾക്കും ഇവിടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട്. ഇത്രയും നാൾ ഇവിടുത്തെ മീഡിയാസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? മേത്തികൾ, അതായത് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ബീരൻ സിംഗ് മേത്തി വിഭാഗത്തിൽ നിന്ന് വരുന്ന ഈ മേത്തികൾ എല്ലാവരും ഹിന്ദുക്കളല്ല, കുക്കികൾ എല്ലാവരും ക്രിസ്ത്യാനികളുമല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇവരിൽ നിന്ന് പോയ ചെറിയ വിഭാഗം, വളരെ ചെറുതാണ്, ചെറിയ വിഭാഗം മുസ്ലിംസ് ഉണ്ട്, ചെറിയ വിഭാഗം വലിയ വിഭാഗം ക്രിസ്ത്യൻസ് ഉണ്ട്. ഇവർക്ക് പിന്നെ നമ്മുടെ ഈ തിരുവനന്തപുരം മേഖലയിലൊക്കെ ചെന്ന നാടാർ വിഭാഗമുണ്ട്, ഹിന്ദു നാടാരുമുണ്ട്, ക്രിസ്ത്യൻ നാടാരുമുണ്ട്. അവർ തമ്മിൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഏകീകൃത ഒരു സ്വഭാവമുണ്ട്. ഈ മതത്തിന്റെ കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ വിശ്വാസം, മതമല്ല, അവരുടെ വിശ്വാസത്തിന്റെ കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് ഒരു ചെറിയ വ്യത്യാസം നമുക്ക് കാണാൻ കഴിയുന്നത്.
ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം അതേപോലെ തന്നെയാണ്. ഇത് ഒരു സമൂഹമാണിത്. ആ സമൂഹത്തിൽ കുറച്ച് പേര് ക്രിസ്ത്യൻസായി, കുറച്ച് പേര് മുസ്ലിംസായി, കുറച്ച് പേര് ഹിന്ദുവായിട്ട് നിലകൊള്ളുകയും ചെയ്യുന്നു. അതിനെയാണ് ഈ പർവ്വതീകരിച്ച് ഹിന്ദു ക്രിസ്ത്യൻ കലാപമാക്കി മാറ്റിക്കൊണ്ടിരിക്കും. ഇത് അവിടെ പ്രവർത്തിക്കുന്ന കുറെ മലയാളികളായിട്ടുള്ള പാതിരിമാരുണ്ട്. അവരാണ് ഇത് കുത്തിത്തിരിപ്പിന് വേണ്ടി ഉപയോഗിച്ചത്. അത് വിരലെണ്ണാവുന്നവരേ ഉള്ളൂ. പക്ഷെ അതിനുശേഷം വരുന്ന ഒറ്റ തെരഞ്ഞെടുപ്പിലും ഈ മണിപ്പൂർ വിഷയം ഇന്ത്യയിൽ ആരും ചർച്ച ചെയ്തിട്ടില്ല. കാരണം അത് 1965 എന്നുള്ള വിഷയമാണ്. ഇപ്പൊ അത് വളരെ കുറഞ്ഞു, വളരെ ഡെവലപ്മെന്റ്സ് ആണ്. നമ്മുടെ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന ബ്ലോഗേഴ്സ് പറയാൻ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ ഭയങ്കര ഡെവലപ്മെന്റ്സ് ആണ് നടന്നിരിക്കുന്നത് എന്നുള്ളത്. കാരണം ഞാൻ അവിടെ വളർന്ന ഒരാളാണ്. ഈ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ ഷില്ലോങ്ങിലും മേഘാലയയിലും ആസാമിലും ഒക്കെ എൻ്റെ ഒരു ബാല്യകാലമൊക്കെ അവിടെ ആയിരുന്നു. എനിക്കറിയാം വളരെ റിസ്ക് ആണ് അവിടെ നമുക്ക് യാത്ര ചെയ്യാൻ പോലും. അപ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ ഇന്ന് വളരെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. 4 വരി പാത വന്നിരിക്കുന്നു. കാരണം 4 വരി പാത വരിക എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ 6 വരി ഉണ്ടല്ലോ, അവിടെ 4 ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4 വരി തന്നെ വരുന്നത് വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങളാണത്. കാരണം അതേപോലുള്ള മലനിരകളും ചുരങ്ങളും കൊക്കയും നിറഞ്ഞ ഒരു നമ്മുടെ 7 സംസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നത് തന്നെ പർവ്വത പ്രദേശങ്ങളിലുള്ള ഗോത്രവർഗ്ഗങ്ങൾ എന്നാണ് നമ്മൾ പ്രത്യേകം അടയാളപ്പെടുത്തുന്നത്. ഗോത്രവർഗ്ഗങ്ങൾ എന്ന് പൊതുവെ പറയുമെങ്കിലും പർവ്വത പ്രദേശങ്ങളിലുള്ള പർവ്വതങ്ങളുടെ നാടാണത് മുഴുവൻ, മലകളുടെ നാടാണ്. മലയിടിച്ചിലുണ്ട്, നാച്ചുറൽ കലാമിറ്റി എപ്പോഴും നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടുന്നാണ് ഈ റോഡ് വളരെ ഭംഗിയായിട്ട് മുമ്പോട്ട് അവർ കെട്ടിയിരിക്കുന്നത്. എയർ സ്ട്രിപ്പുകൾ വന്നിട്ടുണ്ട്, ഇപ്പം വിമാനം ഇറങ്ങാനുള്ള സംവിധാനം വന്നിട്ടുണ്ട്. പണ്ടറിയാമല്ലോ കോൺഗ്രസ്സുകാർ പറഞ്ഞത്, എന്തുകൊണ്ടാണ് നിങ്ങൾ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ റോഡ് പണിയാഞ്ഞെന്ന് വെച്ചാൽ പറഞ്ഞത്, അത് നമ്മുടെ റോഡ് പണിതാൽ ചൈനയ്ക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുമെന്ന്. അതായത് നല്ല റോഡ് ഉണ്ടെങ്കിൽ ചൈനയ്ക്ക് നമ്മുടെ വടക്കിഴക്ക് സംസ്ഥാനങ്ങൾക്ക് പെട്ടെന്ന് കയറി വരാൻ പറ്റുമെന്ന് പറഞ്ഞവരാണ് കോൺഗ്രസിന്റെ ഭരണാധികാരികൾ. അതിൽ നിന്നൊക്കെ മാറി ഏതായാലും മണിപ്പൂർ ക്ലീൻ ആക്കാനുള്ള തീരുമാനമാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന നരേഷൻസ് ഇവിടുത്തെ മാധ്യമങ്ങളെ പൊളിഞ്ഞടുങ്ങുകയാണ്. കാരണം ഈ RSSന്റെ സംഘടനയാണ് ഈ AT എന്ന് പറയുന്ന സംഘടന എന്നുള്ളതല്ല എന്നിപ്പോ വ്യക്തമായിരിക്കുന്നു. കാരണം അതിന്റെ നേതാവിനെ തന്നെയാണ് NIA പൊക്കിയിരിക്കുന്നത്, പോലീസല്ല NIA പൊക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ബീരൻ സിംഗ് അടക്കമുള്ളവർ രണ്ടാമതും മന്ത്രിസഭ രൂപീകരിക്കാൻ ഗവർണറെ കണ്ടപ്പോൾ ഗവർണർ തൽക്കാലം അവിടെ ഇരിക്കും, ഞാൻ പിന്നീട് പറയാമെന്ന് പറഞ്ഞു, ഇതൊന്ന് ലെവലാക്കട്ടെ എന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ഇപ്പൊ എന്ത് പറ്റി? കുക്കികളുടെ ഭാഗത്തൊന്നും ഇപ്പൊ അറ്റാക്കുകളൊന്നുമില്ല, മേത്തിയുടെ ഭാഗത്താണ്. ഇവിടെ ശ്രദ്ധേയമായ ഒരു പോയിന്റോട് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അവിടുന്ന് കുറച്ചധികം റൈഫിൾസ് പോലീസിന്റെ കളഞ്ഞു പോയതല്ല, പോലീസിന്റെ ഭാഷ്യം പറഞ്ഞാല് അത് കൊള്ളയടിച്ചു. കലാപകാരികൾ കുക്കികളും മേത്തികളും കൂടെ പോലീസിന്റെ വെപ്പൺസ്, ബുള്ളറ്റ്സും എല്ലാം കൂടെ കൊള്ളയടിച്ചു എന്നാണ് അവർ പറയുന്നത്. കൊള്ളയടിച്ചതല്ല. കാരണം ഇവിടെ ഈ കാലാകാലങ്ങളിലായിട്ട് ഈ പോലീസിൽ ആളെ എടുക്കുന്ന എങ്ങനെയാണെന്ന്, നമ്മുടെ ഇവിടെയൊക്കെ PSC ടെസ്റ്റും ശാരീരിക ക്ഷമതയൊക്കെ പരിശോധിച്ചാണെങ്കിൽ അവിടെ അതൊന്നും അല്ല. നോർത്ത് ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അതായത് എന്റെ പാർട്ടിക്കാരൻ, ഞാൻ വരുന്നു, ഒരു 10 പേരെ എന്റെ പാർട്ടിയിൽ എഴുതി കൊടുക്കും, ഇവനെ ആക്കിയാക്കി, ഇവന് വിദ്യാഭ്യാസമുണ്ടോ, ഇവന് യോഗ്യതയുണ്ടോ, ഒന്നും നമ്മൾ അറിയുന്നില്ല, അങ്ങനെ കേട്ട്, ഇല്ല എന്റെ ജാതി, ഇല്ല എന്റെ മതം, ഇവനെ കേട്ട് അവനെ കേട്ട് എന്ന് പറഞ്ഞിരിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പോലീസ് മൊത്തം ഇങ്ങനെയുള്ള ആൾക്കാരാണ്. നമ്മുടെ നാട്ടിൽ നമുക്കറിയാമല്ലോ, പോലീസിൽ തന്നെയുള്ള വിവിധ പാർട്ടികളുടെ അനുഭാവികൾ ഉണ്ടാകും. അപ്പൊ അവർക്കൊരു ചായ്വ് അവരോടുണ്ടാകും. അതിനേക്കാൾ കുറച്ചുകൂടെ തീവ്രമാണ് ഈ ജാതീയപരമായിട്ടുള്ള തിരിവ്. അങ്ങനെ എന്ത് പറ്റി, ഈ കുക്കി പോലീസുകാരെല്ലാം കൂടെ അവരുടെ ഗോഡൌൺ തുറന്നു കൊടുത്തു, അവരുടെ ആൾക്കാർക്ക് ആയുധം എടുക്കാനായിട്ട്. മേത്തി പോലീസിന്റെ ഗോഡൌണൊക്കെ അവർ തുറന്നു കൊടുക്കും. ഇത് കേന്ദ്ര അന്വേഷണ ഏജൻസി വന്നപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി, അവന്മാർ വന്ന് കൊള്ളയടിച്ചോണ്ട് പോയതൊന്നും അല്ല ഈ സാധനം, ഇവന്മാർ തുറന്നിട്ടാണ്. അതും ചെറിയ തോക്കുകളൊന്നും പോലെ 5000 തോക്കുകളാണ് പോയത്, റൈഫിൾസ്. അതായത് ഗോഡൌൺ ആണ് കൊള്ളയടിച്ചോണ്ട് പോകുന്നത്. അപ്പം ഇതെല്ലാം തുറന്നു കൊടുത്താണ് മനസ്സിലാവും. അന്നേരം അപ്പോഴാണ് രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചതിന് ശേഷം ആദ്യം പറഞ്ഞത് എല്ലാവരും സറണ്ടർ ചെയ്യണം ഈ സാധനം, സറണ്ടർ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചാൽ വേറെ ശിക്ഷയായിരിക്കും, സറണ്ടർ ചെയ്താൽ കുഴപ്പമില്ലെന്നത്. കുറച്ചധികം ആയുധങ്ങൾ കിട്ടി, ഏതാണ്ട് ഒരു 95% ആയുധങ്ങൾ തിരിച്ചു കിട്ടി. അപ്പൊ ബാക്കിയുള്ളതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാരക ആയുധങ്ങളാണിത്. അതിനുശേഷം എന്താണ് അത് അവിടെ ആദ്യം വേണ്ടത് ഈ പോലീസിലും മറ്റുമൊക്കെയുള്ള ഒരു ശുദ്ധീകരണമാണ് വേണ്ടത്. ഇപ്പൊ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയതോടുകൂടി കേന്ദ്രസേന അവിടെ ശക്തമായി എത്തിയതോടുകൂടി ഇപ്പൊ എന്ത് പറ്റി, പോലീസിന് ഇരിക്കപ്പുറതിയില്ലാതെ അവർ പോടാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം പോലീസ് ഇപ്പൊ മെയ്ത്തിയുടെ ഒരു ഏരിയയിൽ ഒരു പ്രശ്നം നടക്കുന്നു, പോലീസ് അവിടെ എത്തിയില്ലെങ്കിൽ അടുത്ത നിമിഷം സേന അവിടെ എത്തും എന്നവർക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോഴവിടെ ഒരു ശുദ്ധീകരണത്തിന് പോലീസും സജീവമായിട്ട് രംഗത്തുണ്ട്. കാരണം അത് അവിടെ അടിച്ചൊതുക്കിയേ പറ്റും. അത് കാരണം നമ്മുടെ ഒരു കവാടമാണ്, അത് അടിച്ചൊതുക്കിയേ പറ്റും നമുക്ക്. കാരണം മ്യാൻമാറുമായിട്ട് നമ്മൾ അതിർത്തി പങ്കിടുന്നു എന്ന് മാത്രമല്ല, ബംഗ്ലാദേശ് മ്യാൻമാറുമായിട്ടൊക്കെ ഇപ്പൊ ഒരു ചെറിയ ബന്ധത്തിൽ ഇങ്ങനെ ഒരു ഒലച്ചിൽ, മ്യാൻമാറുമായിട്ടല്ല ബംഗ്ലാദേശോട്ടൊക്കെ ഒരു ഒലച്ചിൽ തട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. ആ ഒരു സാഹചര്യത്തിൽ നമുക്കത് അനിവാര്യമാണ്. ഏതായാലും മണിപ്പൂരിന്റെ മണി ഊരാനുള്ളൊരു തീരുമാനമാണ് നടക്കുന്നത്. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് എത്തി. ഏതാണ്ട് ഒരു 1 ഇയറിനുള്ളിൽ അത് ക്ലിയർ ചെയ്യാം. അതായത് നരേന്ദ്രമോദി ഈ ഒരു കാലയളവ് തീർക്കുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെയുള്ള നമ്മൾ പണ്ടൊരു ചർച്ച നടത്തിയിരുന്നു, അതുകൂടെ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം.
നമ്മൾ പറഞ്ഞു രണ്ടാം ടൈമിൽ കാരണം കൃത്യമായി സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ RSS നരേന്ദ്രമോദി അധികാരത്തിലേറ്റിയിരിക്കുന്നത്. 2019 തൊട്ട് 2024 വരെ നരേന്ദ്രമോദിയുടെ ദൗത്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജിഹാദി ഗ്രൂപ്പ്സിനെ ഒതുക്കുക എന്നുള്ളതായിരുന്നു. അത് അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തു. ഇനി അടുത്ത ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കുറെ ഈ ക്രിസ്ത്യൻ ഇതേപോലെയുള്ള വിഘടനവാദ സ്വഭാവമുള്ള ചില സംഘടനകൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ചില മതമൗലികവാദ ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു, പ്രത്യേകിച്ച് വടക്കിഴക്ക് സംസ്ഥാനങ്ങൾ. അത്തരം ഗ്രൂപ്പുകളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ജിഹാദി ലിങ്ക് കൂടെ അതിനോട് ചേർന്ന് വരുന്നുണ്ട്. ക്രിസ്ത്യാനികൾ എന്നല്ല പറയുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചില ഗ്രൂപ്പുകൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളാണ് ഈ കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളും മുഴുവൻ ഉണ്ടാക്കുന്നത്. ഈ മ്യാൻമാറിൽ ഇപ്പോൾ ഭീകര കേന്ദ്രങ്ങൾ ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിക്കുന്നതും ഇത്തരം ഗ്രൂപ്പുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട്. ഇനി 2024 അദ്ദേഹത്തിന്റെ 29 വരെയുള്ള കാലയളവ് ഇത്തരം ഗ്രൂപ്പുകളെ ഇല്ലായ്മ ചെയ്യാനാണ് അദ്ദേഹത്തിന്റെ നീക്കം നടക്കുന്നത്. കാരണം ഈ 3 വിഷവിത്തുകളാണ് ഈ രാജ്യത്തുള്ളത്. അതിൽ ഒന്നാമത്തേത് മാവോയിസ്റ്റുകളാണ്. അത് 2026 മാർച്ച് 31 മുമ്പ് നമ്മുടെ രാജ്യം പൂർണ്ണമായും ഈ മാവോയിസ്റ്റ് അല്ലെങ്കിൽ നക്സൽ മുക്ത രാജ്യമായി മാറും. രണ്ടാമത്തെ ഒരു വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായി തീരില്ല, ഇതൊന്നും പൂർണ്ണമായി തീരില്ല, സ്കെൽറ്റൻസ് ഇവിടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ ഒരു വിഭാഗമായിരുന്നു ഈ ജിഹാദി ഗ്രൂപ്പുകൾ, ഈ മുസ്ലിം ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ, അവർ തീർന്നിരിക്കുന്നു. മൂന്നാമത്തെ വിഭാഗമാണ് ഈ ക്രിസ്ത്യൻ ചില ടെററിസ്റ്റ് ഗ്രൂപ്പുകൾ. അതായത് ഈ അത്തരം പേരുകളിൽ അവർക്ക് സ്വന്തമായി രാജ്യം വേണം. മണിപ്പൂർ ഉൾപ്പെടെ ബംഗ്ലാദേശ് ഉൾപ്പെടെ വെച്ചിട്ട് അവിടെ ഒരു രാജ്യം വേണം. അങ്ങനെ ഒരു രാജ്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ 3 രാജ്യങ്ങൾ ഇന്ത്യയെ പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ ജിഹാദികളുമായിട്ട് അവർ അടുത്തത്. അതിലൊന്ന് ഈ ദൈവരാജ്യം, അതാണ് ഈ മണിപ്പൂരും ബംഗ്ലാദേശിന്റെ കുറച്ച് ഭാഗവും മ്യാൻമാറിന്റെ കുറച്ച് ഭാഗവും ചേർത്തുകൊണ്ട് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ദൈവരാജ്യം. ഇന്ത്യ 3 വെട്ടിമുറിക്കാനാണ് തീരുമാനം. മറ്റൊന്ന് ദ്രാവിഡസ്ഥാൻ എന്ന് പറഞ്ഞാൽ തമിഴ്നാടും കേരളവും എല്ലാം കൂടെ ചേർന്നിട്ടുള്ള കട്ടിംഗ് സൗത്ത് 2. മൂന്നാമത് മധ്യമേഖല മുസ്ലിങ്ങളുടേതായ ഒരു രാജ്യം, അതായത് UP യുടെ കുറെ ഭാഗം, രാജസ്ഥാന്, അതായത് അവർക്ക് മെജോറിറ്റി ഉള്ള ഒരു ഭാഗം. അതിന് പേരിട്ടിട്ടില്ല. ഇനി അത് എന്ത് പേരാണ്, ഖബറിസ്ഥാൻ എന്ന് വല്ലതാണെന്ന് അറിയില്ല. ഏതായാലും അങ്ങനെ ഒരു സ്ഥാനം. അങ്ങനെ 3 സ്ഥാനങ്ങളാണ് അവർ പ്ലാൻ ചെയ്തിരുന്നത്. ഈ പ്ലാനിങ് നടക്കുന്നത് വളരെ പണ്ടേ പ്ലാനിങ് ഉള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള നീക്കങ്ങളും മാധ്യമ സെമിനാറുകളൊക്കെ അനവധി നടന്നു. ഇപ്പൊ ആ കട്ടിംഗ് സൗത്ത് നിന്ന് നടത്തിയവരെ ഇപ്പൊ കാണാൻ പോലും ഇല്ല, അവരൊക്കെ എവിടെയാണോ എന്ന് പോലും അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ. ഇതൊരു യാഥാർത്ഥ്യമാണ്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഊളയിട്ടിട്ടോ ഇല്ലെങ്കിൽ കുറച്ചുപേര് ഫേസ്ബുക്കിൽ എഴുതിയിട്ടോ കാര്യമില്ല. യാഥാർത്ഥ്യം തന്നെയാണ്. നരേന്ദ്രമോദി ഇരിക്കുമ്പോൾ തന്നെ അതിനൊക്കെ ഒരു ഒതുക്കം വരും എന്ന് തന്നെ 100% വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഒതുങ്ങിയേ പറ്റൂ. കാരണം ഇതൊരു രാജ്യമാണ്. ഈ രാജ്യത്തെ വിഘടിപ്പിക്കാൻ, കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവർക്ക് ഈ രാജ്യത്തിന് ശത്രുക്കളായിട്ട് തന്നെയാണ് കാണുന്നത് ബഹുഭൂരിപക്ഷം ജനവും. അതല്ലാതെ കുറെ പേര് ഫേസ്ബുക്കിൽ എഴുതിയത് കൊണ്ടോ പത്രങ്ങളിൽ എഴുതിയത് കൊണ്ടോ ചാനലിൽ ചർച്ച നടത്തിയിട്ടോ അതൊന്നും മാറില്ല. കരയാം, നമുക്ക് കരയാം, അങ്ങനെയുള്ളവർക്ക് കരയാം എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് ഒന്നും അവർ അവർ പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം ഇത്തരം ഗ്രൂപ്പുകൾ നമ്മുടെ രാജ്യത്തിന് അഭികാമ്യമല്ല. കാരണം ഈ രാജ്യത്ത് മതസ്വാതന്ത്ര്യമുണ്ട്, എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മുസ്ലിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും, ഇന്ത്യയിലാണ്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ക്രിസ്ത്യാനികൾ ആരെയെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റും, ഇന്ത്യയിലാണെന്നുള്ളത്. ക്രിസ്ത്യാനികൾക്ക് വേറെ സിറിയയിൽ അവർക്ക് പള്ളികളും കാര്യങ്ങളും ഉണ്ടല്ലോ, നേരെ പോയി പ്രാർത്ഥിക്കാൻ പറ്റൂ. എപ്പോഴാണ് ബോംബ് പൊട്ടുന്നത് ഭയമല്ലേ. പാകിസ്ഥാനിൽ പറ്റും, മറ്റിടങ്ങളിൽ പറ്റൂ? ഇല്ല. ഈ രാജ്യത്ത് പറ്റും. സിഖിന് പറ്റും, പാഴ്സിക്ക് പറ്റും, ജൂതന് പറ്റും, അല്ലെ? എല്ലാവർക്കും പറ്റും. സമഭാവനയോട് കാണുന്നവരാണ്, സാഹോദര്യത്തിലും സ്നേഹത്തിലും പോവുക. അതല്ലാതെ ഇവരെയൊക്കെ ഒതുക്കിക്കൊണ്ട് ഒരു യൂട്യൂബർ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, ക്രിസ്ത്യ രാജ്യമാകാൻ പോകുകയാണ് നമ്മൾ, ട്രംപ് വന്നില്ലേ എന്ന് പറഞ്ഞു. ട്രംപ് അല്ല, ഇനി ഏത് പിണ്ണാക്കം വന്നാൽ ഇവിടെ ഒരു കോപ്പും നടക്കത്തില്ല. കാരണം അത് നടക്കേണ്ട സമയത്ത് നടന്നില്ല. അന്ന് നമ്മൾ ഇന്ത്യ അല്ലായിരുന്നു. 602 നാട്ടുരാജ്യമായി നിൽക്കുന്ന സമയത്ത് ഛിന്ന ഭിന്നമായി നിൽക്കുന്ന ജനതയുള്ള ഈ രാജ്യത്ത്, ഈ ഭാരതത്തിനെ അവരുടെ രാജ്യമാക്കി മാറ്റാൻ ബ്രിട്ടീഷുകാർക്ക് 200 വർഷം കൊണ്ട് കഴിഞ്ഞില്ല. 800 വർഷം ഭരിച്ച മുഗളന്മാർക്ക് കഴിഞ്ഞില്ല. പിന്നെ ആരാണ് ഈ ട്രംപ് വന്നിട്ട് ഇവിടെ കിടക്കുന്ന കുറെ തുള്ളലുകാര് നെഞ്ചത്തടിക്കുന്നവന്മാരും കൂടെ ചേർന്ന് മാറ്റുമെന്നാണ്? ഇത് സാധ്യമല്ല. അവരതിനുവേണ്ടി ശ്രമിക്കുമ്പോഴാണ് അവരും വേറൊരു ഗണത്തിലേക്ക് മാറുന്നത്. ഇപ്പോൾ നമ്മൾ ജിഹാദി ഗ്രൂപ്പ് എന്ന് പറയുന്നത് അവരെയും ആ ഗണത്തിലേക്ക് മാറ്റപ്പെടേണ്ടത് വരുന്നത് അങ്ങനെയാണ്. കാരണം മാറുക എന്നുള്ളത് മാനസാന്തരമാണ്. അതല്ലാതെ പ്രഷർ ചെലുത്തിക്കൊണ്ടോ കലാപം ഉണ്ടാക്കിക്കൊണ്ടോ പിടിച്ചെടുക്കാനുള്ള ശ്രമം വരുമ്പോൾ അതിനെതിരെ ഒരു ഫോഴ്സ് ഉണർന്നു വരും. അപ്പം ഇരവാദം മുഴക്കിയിട്ട് കാര്യമില്ല. അതാണ് ഇപ്പൊ ലോകത്ത് നടക്കുന്നത്. സാധാരണ ഈ മുസ്ലിം ടെറർ ഗ്രൂപ്പുകൾ ചെയ്യുന്നതാണ്. അവർ ആക്രമിക്കും, അവർക്ക് തിരിച്ചടി കിട്ടുമ്പോൾ ഇരവാദം മുഴക്കും. ഇപ്പൊ പാകിസ്ഥാൻ ഇപ്പം ലോകം മുഴുവൻ നടന്ന ഇരവാദം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഞങ്ങളുടെ സിവിലിയൻസുമാരെ കൊന്നു, ഞങ്ങൾക്ക് വലിയ നാശനഷ്ടം വരുന്നു. അതാണ് ഈ പൈസ കൊടുക്കുന്നത്. ഇവരുടെ ഈ കരച്ചിൽ കേൾക്കുമ്പോഴാണ് ലോകത്തുള്ള ഫണ്ട് കൊടുക്കുന്നത്. ശരി, നിങ്ങൾ എന്നാല് പോയി സ്കൂൾ കെട്ടിക്കോ, അവന്മാർ തറുത്ത ഹോസ്പിറ്റലിൽ കെട്ടിക്കോ, പാവങ്ങൾ മുമ്പോട്ട് പോട്ടെ എന്ന് കരുതിയിട്ട് എത്ര നാൾ അങ്ങനെ പോകാൻ കഴിയും? അത് കാണുന്നത് പോകാൻ കഴിയില്ല. അത് അങ്ങനെ ഫണ്ട് ചെയ്യാൻ കഴിയില്ല. ഏതായാലും മണിപ്പൂർ എന്ന് പറയുന്നതിന്റെ ആ ഒരു ആയുസ്
തീർന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി നമുക്ക് ഒരുപക്ഷെ അധികം വൈകാതെ അവിടെ നിന്ന് ക്ലിയർ ആയതും വീണ്ടും ബീരേൻ സിംഗ് തന്നെ വരും എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചിലപ്പോൾ ഒരു 6-8 മാസത്തിനകം ബീരേൻ സിംഗ് തന്നെ വീണ്ടും വരും. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച്.